2022 രാഷ്ട്രഭവനിലെ കൊട്ടാര സമാനമായ ദർബാർ ഹാളിൽ നഗ്ന പാദവുമായി നടന്ന് 125 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി പത്മശ്രീ വാങ്ങുവാനായി എത്തി. സ്വാമി ശിവാനന്ദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുരസ്കാരം സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വാമി ശിവാനന്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഷ്ട്രപതിയുടെയും മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അഭിവാദ്യം സ്വീകരിച്ച പ്രധാനമന്ത്രി മോദി ഉടൻ തന്നെ കുമ്പിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. വേദിയിൽ എത്തുന്നതിനു മുമ്പ് വെള്ള കുർത്തയും ധോത്തിയും ധരിച്ച യോഗി ഗുരു 2 തവണ വീണ്ടും മുട്ടുകുത്തി. തുടർന്ന് രാഷ്ട്രപതി എഴുന്നേറ്റ് ശിവാനന്ദയെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചു. അതിനുശേഷം അദ്ദേഹം അവാർഡും പ്രശസ്തി പത്രവും കൈമാറി. ആരാണ് സ്വാമി ശിവാനന്ദ? 1896 ഓഗസ്റ്റ് 6-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അവരുടെ ഉപജീവനത്തിനായി അവർക്ക് പല കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് 6 വയസ്സുള്ളപ്പോൾ സഹോദരിയും അമ്മയും അച്ഛനും മരിച്ചു. തുടർന്ന് അദ്ദേഹം ബംഗാളിൽ നിന്ന് കാശി യാത്ര ചെയ്യുകയും അവിടെ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഗുരു ഓങ്കാരനന്ദയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. ശേഷം സ്വാമി ശിവാനന്ദ യോഗ ധ്യാനത്തിലും പ്രാവീണ്യം നേടി. 3 പതിറ്റാണ്ടിലേറെ അദ്ദേഹം വാരണാസിയിൽ ഗംഗയുടെ തീരത്ത് യോഗ പഠിപ്പിച്ചു. 50 വർഷത്തിലേറെയായി അദ്ദേഹം കുഷ്ഠരോഗം ബാധിച്ച 400 മുതൽ 600 വരെ യാചകർക്ക് സേവനം നൽകി വന്നു. സ്വാമി ശിവാനന്ദ ഒരു സസ്യാഹാരിയായിരുന്നു. പഴങ്ങൾ, പാല് തുടങ്ങിയവയെ അദ്ദേഹം ഫാൻസി ഭക്ഷണങ്ങൾ എന്ന് വിളിക്കുകയും അവ കഴിക്കുന്നത് ഒഴിവാക്കുകയും പകരം പയർ, അരി എന്നിവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്തു. സ്വാമി ശിവാനന്ദ 2025 മെയ് 3-ന് അന്തരിച്ചു. യോഗരത്ന അവാർഡ്, ബസുന്ധര രത്തൻ അവാർഡ് എന്നിവയുൾപ്പെടെ നിരവധി അവാർഡുകൾ ശിവാനന്ദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ.